ചെയ്യാനുള്ള പെഡഗോജിക്കൽ അപ്രോച്ചസ് ആയിരുന്നു. അത് നമ്മൾ സബ്ജക്ട് വൈസും കണ്ടു, അതുപോലെ തന്നെ കുട്ടികളുടെ ഏജ് വൈസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് എലിമെന്ററി, സെക്കൻഡറി, അങ്ങനെ ആ ഒരു ഇതിലും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഓരോ ഡിസിപ്ലിന്റെയും പെഡഗോജിക്കൽ അപ്രോച്ചസ് എന്നുള്ളത്. അപ്പോ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ക്ലാസിഫൈയിങ് ആൻഡ് അക്കോമഡേറ്റിംഗ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് നോളജ്. അതായത് നമ്മളിപ്പം ഓരോ ഡിസിപ്ലിൻസും ഓരോരോ സ്റ്റേജിലും നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജസ്, സോഷ്യൽ സയൻസ്, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, ഈ 4 സബ്ജക്ട്സ് ആണ് കാര്യമായിട്ട് ഈ ഒരു സ്കൂൾ സ്റ്റേജിൽ പഠിക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളും മാത്രം കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് മിസ്സായി പോകുന്ന ചില ഏരിയാസ് ഉണ്ട്. അതാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും ആ ഒരു മെയിൻ സബ്ജക്ട്സിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് ഈ സബ്ജക്ട്സിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് കുറച്ച് സൈഡ് ലൈൻഡ് ആയി പോയിട്ട് ഒരു എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന രീതിയിലായി മാറുകയാണ് ചെയ്യുന്നത്. അതിനൊരു മെയിൻ സബ്ജക്റ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ സത്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സ് അത്രയും തന്നെ മറ്റേ ഡിസിപ്ലിനറി സബ്ജക്ട്സിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ കുട്ടിയുടെ ഗ്രോത്തിൽ, കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലായാലും ശരി, കുട്ടിയുടെ എന്താ പറയാ കരിയറിന്റെ കാര്യങ്ങളിലായാലും ശരി, ഇതിനെല്ലാം ഇത് വളരെയധികം ഉപകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മളുടെ ആ ഒരു ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഈ മറ്റ് സബ്ജക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഇത് സൈഡ് ലൈൻ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോർ ഡിസിപ്ലിനറി ഏരിയാസ് ഓഫ് നോളജ് എന്റെ ആ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഓരോന്നും എങ്ങനെയാണ് ഓരോരോ സ്റ്റേജിലും വരുന്നത് എന്നുള്ളത്. സ്കൂൾ എഡ്യൂക്കേഷന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ സബ്ജക്ട് ഏരിയാസ് എലിമെന്ററിയിൽ, അതായത് 1st മുതൽ 8th വരേക്കും, അതായത് ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എലിമെന്ററി സെക്ഷൻ എന്ന് പറയുന്നത്, എലിമെന്ററി സ്റ്റേജ്. അതിൽ വരുമ്പോഴത്തേക്കും പഠിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ലാംഗ്വേജസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്. അതില് ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് വരുന്നു, ഹിന്ദി, ഇംഗ്ലീഷ്. സോഷ്യൽ സയൻസ് ആകുമ്പോഴത്തേക്കും 1st മുതൽ 5th വരെയുള്ള ക്ലാസ്സുകളിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നതിന് എൻവയറൺമെന്റൽ സ്റ്റഡീസ് എന്നാണ് പറയാറ്, EVS ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ തീം ഓർ ടോപ്പിക്സ് ഓഫ് ബോത്ത് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. സയൻസിലത്തെയും സോഷ്യൽ സയൻസിലത്തെയും കൂടി ചേർന്നിട്ടാണ് ഈ EVS എന്ന് പറയുന്ന പരിസ്ഥിതി പഠനം അല്ലെ, എൻവയറൺമെന്റൽ സ്റ്റഡീസ് വരുന്നത്. പിന്നെ മാത്തമാറ്റിക്സ് ആസ് ഇൻഡിപെൻഡന്റ് സബ്ജക്ട് ഓഫ് സ്റ്റഡി. ഇങ്ങനെ 3 ഏരിയാസ് ഓഫ് സ്റ്റഡിയാണ് എലിമെന്ററി സ്റ്റേജിൽ വരുന്നത്. അത് LP-യിലായാലും UP-യിലായാലും അങ്ങനെ തന്നെ. UP-യിൽ വരുമ്പോഴത്തേക്കുള്ള ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ EVS മാറി അതിനെ സോഷ്യൽ സയൻസ് വേറെയും സയൻസ് വേറെയും ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും സെയിം, മദർ ടങ് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷ്, ഈ 3 ലാംഗ്വേജ് എന്തായാലും ഉണ്ടാവും. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജിയോഗ്രഫി അണ്ടർ ദ സബ്ജക്ട് ഏരിയ ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വിഷയം, അതില് ഹിസ്റ്ററിയും ഇതും പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നു. സയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസസ് അണ്ടർ ദ സബ്ജക്ട് ഏരിയ ഓഫ് സയൻസ്. സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് 6th മുതൽ 8th വരെയുള്ള ക്ലാസ്സുകളിൽ. ഇപ്പോ എലിമെന്ററി എന്ന് പറയുന്നത് 1st മുതൽ 8th വരെയാണ് വരുന്നത്. മുമ്പൊക്കെ അത് 1st to 7th ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് 8th കൂടി പ്രൈമറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ മാത്തമാറ്റിക്സ്. ഇത്രയും 4 സെക്ഷനായി, 4 സബ്ജക്ട്സ് ആയി മാറി, സബ്ജക്ട് ഏരിയാസ് ആയി മാറി. പിന്നെ അവിടുന്ന് സെക്കൻഡറിയിൽ എത്തുമ്പോഴത്തേക്കും സെയിം തന്നെയാണ്. ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ മദർ ടങ്
or regional language, Hindi, English. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി ആൻഡ് ഇക്കണോമിക്സും കൂടി അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അണ്ടർ ദ സബ്ജക്ട് ഏരിയാസ് ഓഫ് സോഷ്യൽ സയൻസ്. അതിൽ എക്കണോമിക്സും കൂടി എക്സ്ട്രാ പഠിക്കുന്നു എന്ന് മാത്രമുള്ള ഒരു വ്യത്യാസം വരുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ സയൻസസ് അണ്ടർ ദ സബ്ജക്ട് ഏരിയാസ് ഓഫ് സയൻസ്. മാത്തമാറ്റിക്സ് ആസ് എൻ ഇൻഡിപെൻഡന്റ് സബ്ജക്ട് ഓഫ് സ്റ്റഡി. ഇതിലൊക്കെ തന്നെ നമുക്കറിയാം ഓരോ അതിന്റെ ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ ഓരോ ക്ലാസ് മുകളിലേക്ക് പോകുന്തോറും അതിന്റെ കോംപ്ലക്സിറ്റി കൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സബ്ജക്ട് ഏരിയാസിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. സീനിയർ സെക്കൻഡറിയിൽ എത്തുമ്പോഴത്തേക്കും, അതായത് 11th and 12th ആവുമ്പോഴത്തേക്കും സ്ട്രീംസ്, സബ്ജക്ട് ഏരിയാസ് എന്നുള്ളത് മാറി സ്ട്രീംസ്, ലാംഗ്വേജസ്, സ്റ്റഡീസ് ആസ് കമ്പൽസറി സബ്ജക്ട്സ് എന്ന രീതിയിലായി മാറി അതിന്റെ ക്ലാസിഫിക്കേഷൻസ്. സ്ട്രീംസ് എടുക്കുമ്പോഴത്തേക്കും സ്ട്രീംസ് ആക്കിയാണ് മാറ്റുന്നത്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഒരു സ്ട്രീം, സയൻസ് വേറൊരു സ്ട്രീം, ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്ട് ഏരിയയും കൂടെ വരികയാണ്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ വരുമ്പോഴത്തേക്കും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, സൈക്കോളജി, ലാംഗ്വേജസ്, ഇതെല്ലാം വരുന്നത് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സ്ട്രീമിലാണ്. അതിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കമ്പൽസറി സബ്ജക്ട്സ് ആയിട്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്ട്രീം ട്രീറ്റഡ് ആസ് എലക്ടീവ് ഏരിയാസ് ഓഫ് സ്റ്റഡി. അതില് ഓരോന്നും ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതില് മാത്രമായിട്ട് നമുക്ക് പഠിക്കാം. ലാംഗ്വേജസ്, ഇത് ഇത്രയും സംഗതികൾ അതിനകത്ത് വരുന്നുണ്ട്. അത് ഓരോന്നും എലക്ടീവ് സബ്ജക്ട് പോലെ പഠിക്കേണ്ടി വരും. സയൻസ് ആവുമ്പോഴത്തേക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, ഇതെല്ലാം സയൻസ് സ്ട്രീമിലാണ് വരുന്നത്. ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സയൻസ് സ്ട്രീം ട്രീറ്റഡ് ആസ് എലക്ടീവ് ഏരിയാസ് ഓഫ് സ്റ്റഡി. നമുക്ക് ഏത് വേണമെങ്കിലും കൂടുതൽ പഠിച്ച് ഡിഗ്രി ലെവലിൽ എത്തുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ മാത്രമായിട്ട് പഠിക്കേണ്ട, അതിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഓരോ സ്റ്റേജസ് ആണിത്. കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അക്കൗണ്ടിങ്, ബിസിനസ് സ്റ്റഡീസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ്, ഇത്രയുമാണ് വരുന്നത്. ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് കൊമേഴ്സ് സ്ട്രീം ട്രീറ്റഡ് ആസ് എലക്ടീവ് ഏരിയാസ് ഓഫ് സ്റ്റഡി. സബ്ജക്ട് ഏരിയാസ് പ്രസന്റഡ് ഇൻ സ്കൂൾ കരിക്കുലം. ഇത്രയും ആണ് ഓരോരോ സ്റ്റേജിലും വരുന്ന സബ്ജക്ട് ഏരിയാസും സ്ട്രീമും. അതിന്റെ ആ ഒരു തുടക്കം മുതൽ എലിമെന്ററി സ്റ്റേജ് മുതൽ വരുന്ന ആ ഒരു ചേഞ്ചസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കോർ ഡിസിപ്ലിനറി ഏരിയാസ് ഓഫ് നോളജ് എന്നാണ് ഇതിനെ പറയാറ്. പക്ഷെ അപ്പോഴാണ് നമുക്ക് നോൺ കോർ ഏരിയാസ് ഓഫ് നോളജ് എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ എന്നുള്ളത്. അതായത് കരിക്കുലത്തിൽ പെടാത്ത സാധനങ്ങളാണ് ബാക്കിയുള്ളത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, വർക്ക് എഡ്യൂക്കേഷൻ, പീസ് എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ നോൺ കോർ ഏരിയാസ് ഓഫ് നോളജ് ഇൻ ദ കരിക്കുലം എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഓരോന്നും നമുക്ക് നോക്കാം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും even if it gets included in the school curriculum, it is kept out of the core subject areas. അത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ആ കോർ സബ്ജക്ട് ഏരിയയുടെ അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് വരുന്നില്ല. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ സ്കൂൾ ചിൽഡ്രൻ ആസ് ദേ ഡെവലപ്പ് സെൻസ് ഓഫ് ക്രിയേറ്റിവിറ്റി, എസ്തെറ്റിക്സ്, അപ്രിസിയേഷൻ ആൻഡ് സ്കിൽസ്. ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ഭാവന അല്ലെങ്കിൽ കലാവാസന ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ. പക്ഷെ നമ്മൾ അതിന് കോർ സബ്ജക്റ്റിന് കൊടുക്കുന്ന അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. Though there is scope for career and jobs in art and craft at the higher stages of education, yet they are not integrated in school curriculum. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എത്രയോ പെയിന്റേഴ്സ് അല്ലെ, വളരെ അറിയപ്പെടുന്ന പെയിന്റേഴ്സ് ഒക്കെ ആയി മാറുന്നത് ആരാണ്? ഈ ആർട്ടിൽ താല്പര്യമുള്ളവർ. അതുപോലെ ആക്ടേഴ്സ്, ഇവരൊക്കെയും തന്നെ കലാവാസനയുള്ള ആളുകളാണ്. സിംഗേഴ്സ്, ഇവരൊക്കെയും ഈ ആർട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നവർ തന്നെയാണ്. പണ്ടൊക്കെ സ്കൂളുകളിൽ ക്രാഫ്റ്റും ഉണ്ടായിരുന്നു. ചെറിയ എന്താ പറയാ, ചെറിയ ബാഗ് ഉണ്ടാക്കാനും അതുപോലെയുള്ള ഓരോ സംഗതികൾ പഠിപ്പിക്കുന്നു. കയറ് പിരിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോ പക്ഷെ പിന്നെ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുപോലെ അതൊക്കെ എടുത്തു കളഞ്ഞു. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ഭാവിയിലേക്ക് ഒരു കരിയറിന്റെ ഭാഗമാക്കി മാറ്റാവുന്നത്, അല്ലെങ്കിൽ ഹോബി, പണം കിട്ടുന്ന ഹോബികൾ ഇഷ്ടം പോലെ ഇല്ലേ?
ഇന്നത്തെ കാലത്തൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലെ, കേക്ക് മേക്കിംഗ്, കുക്കിംഗ്, കഴിവുള്ള ആളുകൾ ഓരോന്ന് ഉണ്ടാക്കി വിൽക്കുക, അതിലൂടെ ഒരു പണം സമ്പാദിക്കുക അല്ലെ. അധികം പഠിച്ച് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാനൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സഹായിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ നമ്മളുടെ കോർ സബ്ജക്ട് ഏരിയ ആയിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടത്ര ഒരു ഇമ്പോർട്ടൻസ് കിട്ടാതെ പോകുന്നു. അത് ശരിക്ക് കോർ സബ്ജക്ട്സിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ അത് കുട്ടികൾക്ക് അവരുടെ ലൈഫ് ലോങ് അതിനൊരു എന്താ പറയാ ഡെവലപ്മെന്റ് കിട്ടുകയും അവർക്ക് അത് ലൈഫിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് വർക്ക് എഡ്യൂക്കേഷൻ. Work finds a part in everyone's life. Children need to be prepared for the world of work, and as such, work education should be included in the school curriculum. The inclusion of socially useful and productive work (SUPW) in school curriculum makes the children self-disciplined, self-controlled, and emotionally balanced. Yet the SUPW of the present-day school curriculum hardly achieves its objectives. It should be well integrated with the disciplinary knowledge of the school curriculum. SUPW നിങ്ങൾക്ക് B.Edന്റെ ഭാഗമായിട്ട് SUPW ചെയ്യുന്നുണ്ടാവും അല്ലെ. മിക്ക സമയത്തും B.Edന്റെ ഒരു ഭാഗം തന്നെയാണ് സോപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിക്കല്, SUPW അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൈത്തൊഴിൽ പഠിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഈ വർക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റ് ഒക്കെ അറിയുന്ന പോലെ തന്നെ നമ്മളുടെ ഹോബീസ് പൈസയാക്കി മാറ്റുന്ന പോലെ തന്നെ ഇത് ഹോബി ആയിട്ടല്ല, ഇത് ശരിക്കും ഒരു ജോലിയായിട്ട് തന്നെ. ഇപ്പം സോപ്പ് നിർമ്മാണം ഒക്കെ ആണെങ്കിൽ തന്നെയും അത് വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ സോപ്പ് കമ്പനികൾ തുടങ്ങുന്ന ആളുകളുണ്ട് അല്ലെ. അതൊക്കെ അതിലൂടെയൊക്കെ എത്ര നമ്മളിപ്പോ ഇന്ന് ഉപയോഗിക്കുന്ന എന്തുമാത്രം സോപ്സ്, ഷാംപൂസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇതിന്റെ അകത്തുനിന്ന് വന്നിട്ടുള്ളത് തന്നെയാണല്ലോ. അപ്പൊ ഈ സോഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു സെൽഫ് ഡിസിപ്ലിനും ഒരു എന്താ പറയാ ഒരു ബാലൻസ്ഡ് ആക്കും അവരെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമാണ്, സൊസൈറ്റിക്ക് മൊത്തത്തിൽ തന്നെ ഉപകാരമുള്ള കാര്യമാണ് എന്നുള്ളൊരു മനസ്സിലാക്കാനും അതിനനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അതിനൊരു സീരിയസ്നെസ് കൊടുത്ത് കുട്ടികൾ ചെയ്യുമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിനൊന്നും തന്നെ സ്കൂൾ കരിക്കുലത്തിൽ വലിയൊരു പ്രാധാന്യം ഇല്ല. അപ്പൊ നമ്മള് B.Edന് എത്തുമ്പോഴാണ് ഈ SUPW ഒക്കെ വരുന്നത് അല്ലെ. അല്ലാതെ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ പീസ് എഡ്യൂക്കേഷൻ, അതും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ റിലവൻസ് ഉള്ളൊരു കാര്യം തന്നെയാണ്. എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരു ഹാർമണിയിൽ പോകാം, സമാധാനപരമായ ജീവിതം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും ആ തരത്തിൽ അവർക്ക് ജീവിക്കാനുള്ളൊരു വഴി കാണിക്കാനും ഒക്കെ ഈ പീസ് എഡ്യൂക്കേഷൻ ഉപകാരപ്രദമാണ്. We live in an age of unprecedented levels of violence with constant threats posed by intolerance, fanaticism, dispute and discordance in our society. Hence, it is utmost necessity to train our children and youth to practice tolerance, justice, intercultural understanding, civic responsibility and peace both at home and in the workplace. വീട്ടിലായാലും സൊസൈറ്റിയിലായാലും, വീട് എന്നുള്ള ഉദ്ദേശിച്ച് സൊസൈറ്റിയിലായാലും ജോലി സ്ഥലത്തായാലും ഒക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും പ്രാക്ടീസ് ചെയ്യാം. ടോളറൻസ്, നമുക്ക് മറ്റുള്ളവരോടൊരു സഹിഷ്ണുത ഉണ്ടാവണം അല്ലെ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് തന്നെ നേരം കാണുള്ളൂ അല്ലെ. മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനും അതില് വേണ്ടത് എടുത്ത് വേണ്ടാത്തത് തള്ളിക്കളയാനും വേണ്ട സമയത്ത് മാത്രം പ്രതികരിക്കുക, വേണ്ടുന്നതിന് നല്ല രീതിയിൽ മാത്രം പ്രതികരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ലൈഫിലൊരു വാല്യൂ എഡ്യൂക്കേഷൻ തന്നെയാണ് ഈ പീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ടും ഉണ്ടാവുന്നത്. ന്യായം, നീതി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാനും ഒക്കെ ഈ പീസ് എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. The school is the primary agent to achieve these by including education for peace in its curriculum. It seeks to nurture ethical development, inculcating the values, attitudes and skills required for living in harmony with oneself and with others, including nature. മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടും ഒരു ഹാർമണിയോട് കൂടെ ജീവിച്ചു പോവാൻ, ഒരു എന്താ പറയാ ഒരു ഒത്തൊരുമയോടെ ജീവിച്ചു പോവാൻ വേണ്ടുന്ന ഒരു എഡ്യൂക്കേഷൻ, അതാണ് ശരിക്കും പറഞ്ഞാൽ പീസ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഒത്തുചേർന്ന് പോവാൻ പറ്റണം, സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. If we go through the present day school curriculum, we find that very small contents are included which addresses the issues of peace education with a few topics and subjects. Peace education should be integrated with the subject contents across the subjects of the school curriculum in various forms like stories, narrations, interactions, activities, etc. പണ്ടൊക്കെ ഈ ഒരു മോറൽ സയൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് തന്നെ ഉണ്ടാവുമായിരുന്നു കുട്ടികളിൽ മോറൽ വാല്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗുണപാഠ കഥകളും കാര്യങ്ങളൊക്കെ, മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാം നടത്തലും ഒക്കെ ആയിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ കണ്ടുവരുന്നില്ല സ്കൂൾ ലെവലിൽ. ചില സ്കൂൾസിലൊക്കെ ഉണ്ടോ ഇപ്പോഴും എന്ന് അറിയില്ല. എന്തായാലും അതൊരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെ ആയിരുന്നു. കാരണം കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതിന് ഒരു പീരീഡെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മോറൽ സയൻസ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്ന് ആ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്ന പല കഥകളും അല്ലെ, മോറൽ സ്റ്റോറീസ് നമ്മുടെ മനസ്സിൽ പോവില്ല. ഇന്ന മാതിരി ഞാൻ ചെയ്താൽ ഇന്ന അനുഭവം ഉണ്ടാകും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വളർന്നു വലുതായാലും അത് അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഇപ്പൊ മോഷ്ടിക്കുന്ന സ്വഭാവം കുട്ടികളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നതാവാം, ഇതുപോലെ മോറൽ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. അത്തരം കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എത്ര പ്രിയപ്പെട്ട ഒരു സാധനം കണ്ടാലും അതൊന്ന് ആരും കാണാതെ എടുക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരുന്നില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇതായിരുന്നു അന്നത്തെ കാലത്തെ ഈ മോറൽ സയൻസ് ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു മോറൽ വാല്യൂസ് ഉണ്ടാക്കുക കുട്ടികളിൽ എന്നുള്ളത്. അത് വളരുന്ന മുറയ്ക്ക് അത് വളർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ അറിയുന്നില്ല, ഇതൊന്നും തന്നെ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ അതങ്ങനെ വളരുമായിരുന്നു. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ പീസ് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് കുറെ നറേഷൻസ് അല്ലെങ്കിൽ സ്റ്റോറീസ്, ഇന്ററാക്ഷൻസ്, ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഈ തരം വിഷയം കുറെ കൂടുതൽ ശരിക്കും കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. The real aim of education is not only to provide students with disciplinary knowledge but also acquaint them with life skills and values. Nurturing life skills includes developing improved self-esteem, empathy towards others and different cultures, improving on their critical and creative thinking, developing problem-solving and decision-making skills. The core life skills must be integral to the whole process of education. ഈ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ ആ ഒരു സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്. ഞാനിനി എന്ത് ചെയ്യണം, ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, ഉടനെ ഫോൺ എടുത്ത് വീട്ടിൽ വിളിച്ച് അമ്മയോടോ അച്ഛനോടോ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനെയാണ് കണ്ടുവരുന്നത് അല്ലെ. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടിയതിനു ശേഷം പാരന്റ്സ് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തുവിടും. ഓരോ സ്ഥലത്തും വഴിക്ക് വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയി, കുട്ടി ഉടനെ ഫോൺ വിളിച്ച് ചോദിക്കുക, അമ്മേ ഞാൻ എന്തായാലും ചെയ്യണ്ടേ. പണ്ടത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കുട്ടികൾ എന്താ ചെയ്തിരുന്നത്? അപ്പൊ അവർക്ക് സ്വയമായിട്ട് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ടാവുമായിരുന്നു. ഡിസിഷൻ മേക്കിംഗ്, ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്നുള്ള. അല്ലാതെ കുട്ടികൾ ഇങ്ങനെ പതറി നിൽക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത്, മറ്റാരുടെയും ഹെൽപ്പ് എടുക്കേണ്ടി വരാറില്ലായിരുന്നു. അപ്പൊ അതൊക്കെയും ഈ ഒരു ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും കൊടുക്കേണ്ടത് തന്നെയാണ്. സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ അവരുടെ ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റി കൂട്ടാൻ, ഡെവലപ്പിംഗ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയും ഇത് ഒരു ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതാണ്. Now in the present school curriculum, it is limited to conducting a few activities and including them in students' report cards. Further, it is also difficult to assess students' attainment of life skills as they require qualitative assessment. ഇപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് ഒരു പോയിന്റ് വല്ലതും കൊടുത്തിട്ടുണ്ടാവും, അതിന് ചിലപ്പോൾ ടീച്ചർ വെറുതെ ഒരു എയോ എ പ്ലസോ ഒക്കെ ഇട്ട് തന്നിട്ടും ഉണ്ടാവും. അതൊന്നും എന്താണെന്ന് പോലും പലപ്പോഴും ടീച്ചറും ആലോചിക്കുന്നുണ്ടാവില്ല, കുട്ടിക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ആ തരത്തില് ചില സ്കൂളുകളിൽ മാത്രം എന്തെങ്കിലും ചില ആക്ടിവിറ്റീസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടും ഉണ്ടാവാം, അത്രേ ഉള്ളൂ.
ഇതൊക്കെയും ശരിക്കും എഡ്യൂക്കേഷൻ കരിക്കുലത്തില് നമ്മളുടെ ഓരോ സ്കൂൾ കരിക്കുലത്തിനും അത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം തന്നെ ആയിരുന്നു. ബട്ട് ദ റിയൽ ചാലഞ്ച് ഇസ് ഹൗ ടു ഇന്റഗ്രേറ്റ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം. There is the need for including core life skills in the various subjects of the school curriculum. That is, life skills education should be an integral part of the core curriculum. Next is health and physical education. അത് പിന്നെ പറയണ്ടല്ലോ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എന്തെല്ലാം വെൽത്ത് നമുക്കുണ്ടെങ്കിലും ഹെൽത്ത് ഇല്ലെങ്കിൽ എല്ലാം പോയി അല്ലെ. ഈ ഹെൽത്ത് നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വെൽത്ത് ഉണ്ടെങ്കിലും അത് മുഴുവനും ഈ ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കി തീരെയുള്ളൂ അല്ലെ. അപ്പോ ഈ ഒരു ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് കുട്ടിക്കാലം മുതലേ, ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്ക് ഒരു ഇത് കൊടുക്കേണ്ടതാണ്, അവയർനെസ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് നിർബന്ധമായും സ്കൂൾ കരിക്കുലത്തിൽ ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ്. അത് മിക്കവാറും സ്കൂളുകളിലൊക്കെ ഉണ്ട് അല്ലെ. കുട്ടികൾക്ക് ശരിക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇപ്പം സൈക്കോളജിക്കലി നോക്കുമ്പോഴും, കാരണം ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ക്ലാസ്സിൽ വല്ലാതെ റെസ്റ്റ്ലെസ് ആയിരിക്കും. ഒരു 2-3 പീരീഡ് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് പിന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ അത്രയ്ക്ക്. പിന്നെ കുട്ടി എന്ത് ചെയ്തു തുടങ്ങും? അടുത്തിരിക്കുന്ന കുട്ടികളെ മാന്താനും നുള്ളാനും അവരെ ഡിസ്റ്റർബ് ചെയ്യാനും പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയും ഒക്കെ ബുദ്ധിമുട്ടുന്നത് കാണാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് നെക്സ്റ്റ് അവരൊരു PT പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ അവര് പോയി കളിച്ച് തിമിർത്ത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു കെട്ടിക്കിടന്ന എനർജി മുഴുവനും അങ്ങോട്ട് ഇത് ചെയ്ത് കഴിയുമ്പോ, യൂസ് ചെയ്ത് കഴിയുമ്പോ പിന്നെ അവര് റിലാക്സ് ആവും. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടികൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. ഒരു ഡിസ്റ്റർബൻസും ക്ലാസ്സിൽ ഉണ്ടാവില്ല. നിങ്ങളിനി ഭാവിയിൽ ടീച്ചർമാരായിട്ട് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, അപ്പൊ മനസ്സിലാവും. കാരണം ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഒരു ഇതാണത്, പ്രത്യേകതയാണത്. കുട്ടികളുടെ ഉള്ളിലിങ്ങനെ പിടിച്ചിരിക്കുക. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു വളരെയധികം എനർജീന്റെ ഒരു എന്താ പറയാ ഒരു ഭണ്ഡാകാരമാണല്ലോ. അപ്പൊ അത് കുറച്ചൊക്കെ യൂസപ്പ് ആയി പോണം. ആ യൂസപ്പ് ആയി പോവാൻ അവർക്ക് ആകെയുള്ള ഇതെന്ന് പറഞ്ഞപ്പം ഇന്നത്തെ കാലത്ത് ഈ ബ്രോയിലർ പോലെയാണല്ലോ കുട്ടികളെ പോറ്റുന്നത്, ബോൺസായി ചെടികളൊക്കെ ഉണ്ടാക്കണ പോലെ. അപ്പം ഈ വീട്ടിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോ ഒക്കെ ഇങ്ങനെ ഒതുങ്ങി കഴിഞ്ഞ് മൊബൈലിലൊന്നും കുത്തിയിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ എനർജി ഒന്നും പുറത്തു കളയാൻ വേറെ മാർഗമൊന്നും ഇല്ല. അപ്പൊ ശരിക്കും സ്കൂളിൽ ഈ PT പീരീഡിന്റെ ഒരു ആവശ്യകത വളരെ വളരെ കൂടുതലാണ്. അപ്പോ ഹെൽത്ത് ഇസ് എ ക്രിട്ടിക്കൽ ഇൻപുട്ട് for the overall development of the child and it influences enrollment, retention and school completion rates significantly. The holistic definition of health includes physical education and yoga which contribute to physical, social, emotional and mental development of child. പറഞ്ഞല്ലോ, കുട്ടികളുടെ മൂഡും മാറി സ്വഭാവവും മാറി എല്ലാം മാറും കുറച്ച് സമയം ക്ലാസ്സിൽ നമ്മൾ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് തന്നെ. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഇത്തരത്തിലുള്ള ഈ സംഗതികള് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. The idea of a comprehensive school health program conceived in the 1940s includes 6 major components, namely medical care, hygienic school environment and school lunch, health and physical education. 1940s le school health program, comprehensive school health program എന്ന് പറയുന്നതിനകത്തുള്ള 6 components എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. ഒന്ന് മെഡിക്കൽ കെയർ ആണ്. പണ്ടൊക്കെ കുട്ടികൾക്ക് ഈ സ്കൂളുകളിൽ വന്ന് ഡോക്ടേഴ്സ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പും കാര്യമൊക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ നടത്തുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ചെയ്യുമായിരുന്നു അങ്ങനെ ടൈം ടു ടൈം ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തിട്ട്. ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പല കുട്ടികൾക്കും ഈ ലെപ്രസി എന്നുള്ളതായിട്ട് മേലൊക്കെ വൈറ്റ് പാച്ചസ് കണ്ടിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് ലെപ്രസി ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുമായിരുന്നു സ്കൂളില്. ഹൈജീനിക് സ്കൂൾ എൻവയൺമെന്റ് ഒക്കെ വളരെ നീറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത്. ആൻഡ് സ്കൂൾ ലഞ്ച്, നൂൺ ഫീഡിങ് എന്ന് പറയുന്ന സംഗതി, സ്കൂളിൽ തന്നെ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്കറിയാലോ കഞ്ഞിയും പയറും, നമ്മൾ അതിനെ വളരെ വില കുറച്ച് പറയാറുണ്ട് ഈ കഞ്ഞിയും പയറും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ അവർക്ക് വേണ്ടുന്ന എല്ലാ ഇതും അതിനകത്തുനിന്ന് തന്നെ കിട്ടും. കഞ്ഞിയിലും പയറിലും തന്നെ കിട്ടുമായിരുന്നു അവരുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്കും ശരീര വളർച്ചയ്ക്കും എല്ലാം. കാരണം പഴയ കാലത്തൊക്കെ ഇതിപ്പോ 1940s കണ്ടുപിടിച്ച ഒരു ഐഡിയ ആയിരുന്നല്ലോ.
അപ്പൊ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. എന്നാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് വീടുകളിൽ വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടുന്ന കുട്ടികളായിരിക്കില്ല. അപ്പോ അവര് വീട്ടിൽ നിന്ന് അധികം ഭക്ഷണമൊന്നും ഇല്ലാതെയോ പട്ടിണി കിടന്നിട്ടോ ഒക്കെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് പഠിക്കാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. മനസ്സിനും ശരീരത്തിനും എല്ലാം തന്നെ ഭക്ഷണം ആവശ്യമാണല്ലോ. അപ്പോ അതിന്റെ ആ ഒരു കുറവ് നികത്താൻ, അപ്പൊ ഈ ന്യൂട്രീഷണൽ ഇതൊക്കെ മാൽന്യൂട്രീഷനും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നൂൺ ഫീഡിങ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു സമയം ഒരു നേരത്താണെങ്കിൽ പോലും അത്രയും ആയല്ലോ കഴിച്ചാല് അവരുടെ വളർച്ചയ്ക്ക് അത് വളരെയധികം ആവശ്യമാണ്. ബുദ്ധിയുടെ വളർച്ചയ്ക്കായാലും ശരീരത്തിന്റെ വളർച്ചയ്ക്കായാലും ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു നൂൺ ഫീഡിങ്ങിൽ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതെത്രയും ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ സംഗതികൾ അത്രയും. മെഡിക്കൽ കെയറും ഹൈജീനും ലഞ്ചും ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. These components are important for the overall development of the child and hence need to be included in the curriculum at all levels of schooling. Yoga, the more recent addition to health and physical education, is also important and need to be part of the core curriculum. Time for yoga games and sports in school curriculum must not be reduced, rather enhanced. അപ്പോൾ ഈയിടെയായിട്ട് തുടങ്ങിയതാണല്ലോ യോഗ എന്ന് പറയുന്നതിന്റെ ഒരു പ്രാക്ടീസ്. അത് സ്കൂൾ കരിക്കുലത്തിൽ ഇപ്പൊ ഏതാണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലെ തന്നെ അത് വളരെ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം അത് നോട്ട് ഓൺലി ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല ഈ മെന്റൽ ഹെൽത്തിനും കൂടി യോഗ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് വാല്യൂ എഡ്യൂക്കേഷൻ. ഇത്രയും പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ അടിസ്ഥാനപരമായ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുക കുട്ടികളിൽ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അതായത് നമ്മളുടെ റൈറ്റ്സും നമ്മളുടെ ഡ്യൂട്ടീസും കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ അറിവ് കൊടുക്കുക. The aims of education are landscaped in the guiding principles of our constitution, which reflect a commitment to democracy and the values of equality, justice, freedom, concern for others' well-being, secularism, respect for human dignity and human rights. ഇത്രയും കാര്യങ്ങളാണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ, കമ്മിറ്റ്മെന്റ് ടു ഡെമോക്രസി, നമ്മളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങൾ, ആൻഡ് വാല്യൂസ് ഓഫ് ഇക്വാലിറ്റി, സമത്വം, ജസ്റ്റിസ്, നീതി, ഫ്രീഡം, സ്വാതന്ത്ര്യം, കൺസേൺ ഫോർ അതേഴ്സ് വെൽബീയിങ്, മറ്റുള്ളവരുടെ വെൽബീയിങ്ങില്, മറ്റുള്ളവരുടെ എന്തായാലും പറയാം വെൽബീയിങ്, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്ക്, ചിന്ത, കൺസേൺ, വിചാരം, സെക്യുലറിസം എന്ന് പറയുമ്പോഴത്തേക്കും മതേതരത്വം, റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, മറ്റുള്ളവരെ നമ്മൾ അവരുടെ ഡിഗ്നിറ്റിയെ മാനിക്കുക, അവരുടെ അവകാശങ്ങളെയും ഒക്കെ നമ്മൾ മാനിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. Education should aim to inculcate those values which are based on reason and understanding. The curriculum therefore should provide adequate experience and space or dialogue and discourse in the school to promote such a commitment in children. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് ആയിരിക്കണം ഈ ഒരു സ്കൂളിന്റെ രീതികളിൽ ഉണ്ടാവേണ്ടത്. Almost all the education committees and commissions have recommended for inclusion of value education in curriculum, especially at the school level. ഈ പ്രൈമറി സ്കൂളിലാണ് ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടുള്ളത്. കാരണം കുട്ടിക്കാലത്ത് വേണം ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ. എത്തിക്സ്, നമുക്ക് ഒരു ബേസിക് എത്തിക്സ് കുട്ടികളിൽ, മോറൽ എത്തിക്സും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് അതൊക്കെ പകർന്നു കൊടുക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് സ്കൂൾ ലെവലിലാണ് ഈ വാല്യൂ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. The Central Board of Secondary Education, CBSE, as well as state boards of school education have tried to incorporate constitutional, other personal and social values in their curriculum
but still they seem to be inadequate in the curriculum. There is the need for the integration of constitutional and other values across the subjects in the curriculum at all levels of school education. ഈ ഒരു CBSE ആയാലും സ്റ്റേറ്റ് ബോർഡ്സ് ആയാലും ഒക്കെ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയതായിട്ട് കാണാമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രസ് റിപ്പോർട്ടിലേക്കുള്ള കുറച്ച് ഗ്രേഡിങ്സ് മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് വേണ്ട രീതിയിൽ അതൊരു സാധാരണ ഡിസിപ്ലിൻസ് പഠിപ്പിക്കുന്ന ഇമ്പോർട്ടൻസോട് കൂടി കുട്ടികൾക്ക് നൽകി പോരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് ഇസ് നീഡ് ഫോർ റീഫ്രെയിമിംഗ് സ്കൂൾ സബ്ജക്ട്സ്. അപ്പോ academic disciplines and school subjects continue to evolve, giving rise to new disciplines and school subjects. അപ്പൊ ഇതിനൊക്കെ പുറമെ കുറച്ച് വേറെ ചില ഡിസിപ്ലിൻസും കൂടി നമുക്ക് കാണാം പുതുതായിട്ട് വരുന്നതായിട്ട്. അതായത് ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട്സ് അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് നമുക്ക് നേരത്തെ അറിയാവുന്ന ചില ഡിസിപ്ലിൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള പുതിയ ഡിസിപ്ലിൻസ് ആണത്, ന്യൂ ഏരിയാസ് ഓഫ് സ്റ്റഡി ആണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബയോഫിസിക്സ്, ബയോ കെമിസ്ട്രി, ബയോ ഇൻഫോർമാറ്റിക്സ്, മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. ഒന്നിലധികം ബയോളജിയും ഫിസിക്സും അല്ലെങ്കിൽ ബയോളജിയും കെമിസ്ട്രിയും ബയോളജിയും ICTയും ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. ഒന്നിലധികം സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്ത് വരുന്ന പുതിയ സബ്ജക്റ്റ് ആണ്. etc. emerged from the parent discipline biology. ബയോളജിയിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞ അത്രയും. മൈക്രോബയോളജി, ബയോടെക്നോളജി എന്നൊക്കെ പറയുന്നത്. Nanotechnology, astrophysics, electronics, etc. have emerged from the parent discipline physics. ഫിസിക്സിന്റെ അകത്ത് വന്നിട്ടുള്ളതാണ് നാനോ ടെക്നോളജി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ്, ഇലക്ട്രോണിക്സ്. ഇതെല്ലാം ഫിസിക്സിനകത്തുനിന്ന് വന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി etc. have emerged from the parent discipline mathematics. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT എന്നൊക്കെ പറയുന്നത് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സിൽ നിന്നാണ്. Further, many new subjects have also emerged from the cross and multidisciplinary areas of studies. Example, robotics, artificial intelligence, mechatronics, big data analysis, bioinstrumentation, etc. Hence, the emergence of new areas of knowledge demand the reframing of subjects of study. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെക്കട്രോണിക്സ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ബയോ ഇൻസ്ട്രുമെന്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ നേരത്തെ കണ്ട പോലെ 1-2 സബ്ജക്ട്സ് മാത്രമല്ല ഇതിനകത്തൊക്കെ വരുന്നത്, അതിലധികം സബ്ജക്ട്സിന്റെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്കൂൾ സബ്ജക്ട്സിനെ ഒന്ന് റീഫ്രെയിം ചെയ്യേണ്ട സമയമായി എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ ഇപ്പോഴും ആ ഒരു പഴയ ബേസിക് ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. പുതിയതായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സ്ട്രീംസിനെ പറ്റി, സബ്ജക്ട്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മൾട്ടി ഡിസിപ്ലിനറി ഏരിയാസ് ഓഫ് സ്റ്റഡിയെ പറ്റിയിട്ടോ ഒന്നും അവര് അവെയർ ആയിട്ടില്ല. അത് ആവണമെങ്കിൽ നമ്മളുടെ ഇപ്പൊ നിലവിലുള്ള ആ ഒരു സ്കൂൾ സബ്ജക്ട്സിന്റെ ഫ്രെയിം ഒക്കെ ഒന്ന് റീഫ്രെയിം ചെയ്യേണ്ടിയിരിക്കുന്നു. When the government require its citizens to acquire certain type of knowledge, it ensures that the same knowledge is taught at the school and included in the school curriculum. ശരിയാണ് അല്ലെ? ഗവൺമെന്റിന് ആവശ്യമാണെന്ന് തോന്നുമ്പോ സിറ്റിസൺസിന് ഇന്ന വിഷയത്തിൽ ഒരു പരിജ്ഞാനം ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രമാണ് അതാത് കാലത്ത് സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ ഇത് കമ്പ്യൂട്ടർ യുഗമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനം ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ വന്നപ്പോഴത്തേക്കാണ് എന്ത് വന്നത്, സ്കൂൾ ലെവലിലെ ICT എന്ന് പറയുന്ന വിഷയം കൊണ്ടുവരാൻ തുടങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ബേസിക് 4 വിഷയങ്ങൾ, ലാംഗ്വേജ്, സോഷ്യൽ സയൻസ്, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടാവുക. പക്ഷെ ഇന്ന് സ്കൂൾ കരിക്കുലത്തിൽ നമുക്ക് ICT ഒരു വിഷയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ കാരണം എന്താണ്? അത് സിറ്റിസൺസിന് അതിൻ്റെ അകത്തൊരു നോളജ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് ഗവൺമെന്റിന് തോന്നിയത് കൊണ്ടാണ് ഈ ICT നമ്മളുടെ സ്കൂൾ കരിക്കുലത്തിൽ ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്,
ഗവൺമെന്റിന് തോന്നുകയാണ് സിറ്റിസൺസിന് ഈ ഒരു വിഷയത്തിൽ പരിജ്ഞാനം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, സ്കൂൾ കരിക്കുലത്തിൽ ആ വിഷയം ഇൻക്ലൂഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, as Indian government wanted its citizens to acquire the knowledge of yoga, it got included in the school curriculum. യോഗ കണ്ടില്ലേ, യോഗയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണല്ലോ യോഗ വളരെ നിർബന്ധമായ വിഷയമായിട്ട് സ്കൂൾ കരിക്കുലത്തിനകത്ത് വന്നത്. Yoga and health education has been now made a compulsory component of study at the school and teacher education institutions. Yoga and health education important ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അത് സ്കൂൾ ലെവൽ മുതൽ പ്രാക്ടീസ് ചെയ്ത് പോരുന്നുണ്ട്. Apart from the above two factors, namely emergence of new areas of knowledge and the government initiative to include certain subjects to broaden the curriculum to meet the political, social and educational needs of the country, the other factors contributing to the reframing of curriculum are listed below. So നമ്മള് രണ്ട് റീസൺസ് ആണ് കണ്ടത്. എന്തിന്, ഈ റീഫ്രെയിമിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് റീസൺസ് ആണ് നമ്മൾ കണ്ടത്. ഒന്നെന്താണ്, എമർജൻസ് ഓഫ് ന്യൂ ഏരിയാസ് ഓഫ് നോളജ് എന്നുള്ളതാണ് ഒന്ന്. പുതിയ പുതിയ വിഷയങ്ങൾ ഇങ്ങനെ എമർജ് ചെയ്തു വരുന്നു എന്നുള്ളതും. രണ്ടാമത്തത് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്. ഈ നമ്മളുടെ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ നീഡ്സിന്, കൺട്രിയുടെ എഡ്യൂക്കേഷണൽ ഒക്കെ ആയിട്ടുള്ള നീഡ്സിന് ഇത് അത്യാവശ്യമാണ് എന്ന് തോന്നുമ്പോൾ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിലൂടെ വരുന്ന ചേഞ്ചസും, അതും അല്ലാതെ വരുന്ന റീഫ്രെയിമിങ്ങിന്റെ കാരണങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. സ്കോപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിമാൻഡ്സ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്. ഗ്ലോബൽ മാർക്കറ്റിലുള്ള സ്കോപ്പ്, ഒരു വിഷയത്തിനുള്ള സ്കോപ്പ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടുന്ന ആവശ്യങ്ങള്, അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഒന്ന്, ചേഞ്ച് ഇൻ പെഡഗോജിക്കൽ പ്രാക്ടീസസ് ആൻഡ് അപ്രോച്ചസ്. എക്സാമ്പിൾ, India recently adopted online classes even for primary school students. ആ ഒരു പെഡഗോജിക്കൽ പ്രാക്ടീസിൽ വന്നൊരു വ്യത്യാസമാണല്ലോ പുതിയ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് ടു കൊറോണ അല്ലെ, കൊറോണ കാലം വന്നതോടുകൂടിയാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന സംഭവം ഒരു ഗ്ലോബൽ ലെവലിൽ തന്നെ എമേർജ് ചെയ്ത് വന്നത്. കാരണം പഠിത്തം നിർത്തിവെക്കാൻ വയ്യല്ലോ ഇനി എന്ത് സംഭവം വന്നാലും. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു മാർഗം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ യൂസ്ഫുൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങളെ പോലെ ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് ഒക്കെ ശരിക്കും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു സഹായം തന്നെയാണ്, ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ. സ്കിൽസ് ഡെവലപ്മെന്റ്, ഇൻകൾക്കേഷൻ, വാല്യൂസ്, കമ്മ്യൂണിറ്റി ലിവിംഗ് എക്സെട്ര. സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിറ്റി ലിവിംഗ്, നമുക്ക് സമൂഹത്തിൽ ചില ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലെ, അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ആവശ്യം വരുന്ന സമയത്തും ഈ റീഫ്രെയിമിങ്ങിന്റെ ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. അക്കാഡമിക് ഡിസിപ്ലിൻസ് ഗിവിംഗ് ബർത്ത് ടു ന്യൂ സബ്ജക്ട്സ് ആൻഡ് ന്യൂ ടോപ്പിക്സ് എമർജിംഗ് ഫ്രം എക്സിസ്റ്റിംഗ് സബ്ജക്ട്സ്. പുതിയ അക്കാഡമിക് ഡിസിപ്ലിൻസ്, പുതിയ പുതിയ സബ്ജക്ട്സിനും പുതിയ പുതിയ ടോപ്പിക്സിനും ഒക്കെ ജന്മം കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ്, അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ സ്കൂൾ സബ്ജക്ട്സ്. സ്കൂൾ സബ്ജക്ട്സിലുള്ള ഇപ്പൊ നിലവിലുള്ള ഡെവലപ്മെന്റ്സ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്രയും 4 തരം, ഓരോ സെക്ഷനിലും 4 സ്റ്റഡി ഏരിയാസ് അല്ലെ, അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. Contents of school subjects, namely social science, science, language and mathematics of the CBSE curriculum were recently updated to accommodate the recently emerged topics and enriched apart from linking it with everyday life. എന്തൊക്കെയാന്ന് നോക്കാം. CBSE വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. സ്റ്റേറ്റ് സിലബസിൽ ഇത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇത് ഈ സ്റ്റഡി മെറ്റീരിയൽ പ്രകാരം പറയുന്നത് CBSE കരിക്കുലത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ്. എന്നാലും കുറെയൊക്കെ ഡെവലപ്മെന്റ്സ് സ്റ്റേറ്റ് സിലബസിലും വന്നിട്ടുണ്ടാവണം, നമുക്ക് നോക്കാം. സയൻസ് സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ സയന്റിഫിക് ലിറ്ററസി, സയൻസ് ഇൻ എവറിഡേ സിറ്റുവേഷൻസ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ വേൾഡ് അറൌണ്ട് ദ ലേണേഴ്സ്, സോഷ്യോ സയന്റിഫിക് ഇഷ്യൂസ്, സോഴ്സസ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് സ്കൂളിംഗ്,
Science as a way of knowing, thinking and acting, matters in our surroundings, atoms and molecules, diversities in living organisms, forces and laws of motion, work, power and energy, natural resources and its management, improvement in food resources, acids and chemical reactions, metals and non-metals, life processes, how do organisms produce, heredity and evolution, electricity, scientific research and innovations. ഇതൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സയൻസിന്റെ ഇതിനകത്ത് വായിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങള് സാധാരണ ഒരു ഹയർ സ്റ്റഡീസ് ലെവലില് പോകുമ്പോ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ, ഒരു 11th 12th മുതൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല എങ്കിൽ പോലും അതിന്റെ ഒക്കെ ഒരു സൂചന എന്ന രീതിയിൽ സ്കൂൾ കരിക്കുലത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സയൻസ് ഇൻ എവറിഡേ സിറ്റുവേഷൻസ്, നമ്മളുടെ എവറിഡേ സിറ്റുവേഷൻസ് സയൻസിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ അതൊക്കെ സ്വതവേ പഠിക്കുന്നതായിരിക്കാം. വ്യത്യാസം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ, atoms and molecules, work, power and energy, natural resources and its management, ഇതൊക്കെ കുറച്ച് ചെറിയ തോതിലെങ്കിലും സ്കൂൾ കരിക്കുലത്തിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഹൗ ഡു ഓർഗാനിസംസ് പ്രൊഡ്യൂസ്, അതൊക്കെ ഒരു പ്രൈമറി മുതലേ തുടങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എന്താ പറയാ, അതിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ബിഗിനിങ് സ്കൂൾ ലെവലിലെ തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ്. Social science, citizenship education, reflective socio-political inquiry, informed social criticism and ethical decision-making to social issues, social dynamism, mobility and transformation, constitutional values like democracy, justice and equality, personal engagement and development, culture, local, national and global, people, place and environment, individual development and identity, individuals, groups and institutions, power, authority and governance, production, distribution and society, science, technology and society, global connections, civic ideas and practices, social research and innovations. സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലായാലും കുറച്ചും കൂടി ഒരു ലെവല് കൂടിയ, സാധാരണ സ്കൂൾ ലെവലിന് പ്രതീക്ഷിക്കാവുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ എന്ന രീതിക്ക് തന്നെയാണ് വന്നിട്ടുള്ള ചേഞ്ചസ്. മാത്സ് ആണെങ്കിൽ numbers, 4 basic operations, simplification, money metric system, reading, clock, basic geometrical concepts, number fractions, decimal fraction, money measurement, idea of a simple geometric term or concept, or properties of unitary method, simple interest, ratio and proportion, general mathematics, number system, sets, algebra, expression, equations, factors, geometry, mensuration, theorems, properties, discount, shares, graphics, shares graphs, compound interest, banking introduction to trigonometry, statistics, advanced mathematics consists of sets, fraction, irrational number, complex number, indices and logarithm, inequality and inequation, quadratic equation, geometry, proofs and application. മാത്തമാറ്റിക്സിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഈ ഇതൊക്കെ. ഇൻഡിസസ് ആൻഡ് ലോഗരിതം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 11th 12th ആ ഒരു ലെവലിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ സ്കൂൾ ലെവലിലെ അതൊക്കെ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്ത് കാണുന്നുണ്ട്. ലാംഗ്വേജസിൽ വരുമ്പോഴത്തേക്കും സ്കിൽസ് ഡെവലപ്മെന്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്, സ്പീക്കിംഗ്, ലിസണിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, LSRW അല്ലെ, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് അത് സാധാരണ സ്കൂളിൽ വരുന്നത് തന്നെയാണ്. Teaching various texts of languages, drama, fiction, grammar, poetry, prose, narratives, etc. Creation and appreciation of language and literatures, multi and cross-cultural issues of languages, language research and current practices, socio-cultural issues in language learning, construction of language knowledge during the early years of life, age-wise language development, multilingualism and language learning, difference between school and home language, usages of languages, language development and cognitive skills, language usages in diverse social households, development of languages. അതിലും യൂഷ്വലി സ്കൂൾ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണയായിട്ട് വരാറുള്ളത് ഈ സ്കിൽസ് ഡെവലപ്മെന്റും പിന്നെ അതുപോലെ ടീച്ചിങ് വേരിയസ് ടെക്സ്റ്റ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്, ഡ്രാമ, ഫിക്ഷൻ, ഗ്രാമർ, പോയട്രി അങ്ങനെയുള്ള
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കലും ഒക്കെ ആയിരുന്നു സ്കൂൾ ലെവലിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്രയും കുറച്ചും കൂടി ഹയർ ലെവലിൽ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ് എന്നൊക്കെ പറയുന്നത് ഒരു സ്കൂൾ ലെവലിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഈ പുതിയ ലേറ്റസ്റ്റ് ഇതിനകത്ത് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതിൽ ഹ്യൂമൻ ബോഡി, മൂവ്മെന്റ് ആൻഡ് അവയർനെസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അവർ എൻവയൺമെന്റ്, social health and sports services, sports skills and abilities, physical fitness, orientation to sports skills, orientation to physical education and sports education. ഇത്രയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലും അവർക്ക് പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഫൈൻ ആർട്സ് എഡ്യൂക്കേഷൻ. An education program should comprise handling of the materials for drawing, painting, collage, clay modeling and construction of puppets, creating artistic things by free expression methods, learn simple concepts of visual arts, knowledge of works of well-known artists, both contemporary as well as historical, etc. Prepare posters, placards and invitation cards. സാധാരണ ഒരു ഡ്രോയിങ് ക്ലാസ് അല്ല ഫൈൻ ആർട്സ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവൻ അതിന്റെ ഒരു ഹിസ്റ്ററിക്കൽ ഇത് മുതല് ഇപ്പോഴത്തെ കണ്ടംപററി ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ട് വരെയുള്ള സ്റ്റഡി ഇതിനകത്ത് നടത്തുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് ഓഫ് ഡാൻസ്, മ്യൂസിക്, ഡ്രാമ ആൻഡ് ക്രാഫ്റ്റ്, ഡ്രോയിങ്, കോണ്ടൂർ ലൈൻ, റെൻഡറിങ്, സ്കെച്ചിങ്, വാല്യൂ, ഷെയ്ഡിങ്, ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ്, സ്റ്റിപ്ലിംഗ്, 1 point പെർസ്പെക്റ്റീവ്, ഇതൊക്കെ ഫൈൻ ആർട്സിനകത്ത് വരുന്ന കുറെ ടേംസ് ആണ്. ഇങ്ങനത്തെ സംഗതികളൊക്കെ സെറാമിക്സ്, സ്കൾപ്ചർ, ഫൈബേഴ്സ്, മിക്സ്ഡ് മീഡിയ, 2-dimensional or pictorial arts, 3-dimensional arts. ഫൈൻ ആർട്സ് എഡ്യൂക്കേഷന് CBSE വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് അതിന്റെ ഇത് കരിക്കുലം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പീസ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ പീസ് കൺസെപ്റ്റ്സ് ആൻഡ് കൺസേൺസ്, നോയിങ് പീസ്, ചൂസിങ് പീസ്, ഫാക്ട്സ് അബൌട്ട് പീസ്, barriers of peace, building blocks of peace, peace within self, peace at different levels, harmony with nature. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്ട്, സോഴ്സസ് ഓഫ് കോൺഫ്ലിക്ട്സ്, അനലൈസിംഗ് കോൺഫ്ലിക്ട്സ്, ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്ട്സ് കൺസ്ട്രക്റ്റീവ്ലി, റിലേറ്റഡ് സ്ട്രാറ്റജീസ് ആൻഡ് സ്കിൽസ്, ഹ്യൂമനിസം, ലിവിംഗ് വിത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ബീയിങ് ഹ്യൂമൻ, setting the goals of life with humanist philosophy, strategies to achieve the goals, creating a human atmosphere. ഹ്യൂമനിസത്തിന് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബീയിങ് ഹ്യൂമൻ, ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നല്ല റിലേഷൻഷിപ്സ് മറ്റുള്ളവരുമായിട്ട്, മറ്റു മനുഷ്യരുമായിട്ട് തന്നെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നല്ല റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ, വേണ്ട ഫിലോസഫീസ്, സ്ട്രാറ്റജീസും ഗോൾസും എല്ലാം പറയുന്നുണ്ട്. Towards understanding and enabling self, the self and others, overcoming biases and prejudices, self-reflection and listening to the inner voice. നമ്മളെ സ്വയം തിരിച്ചറിയുക, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എനേബിളിംഗ് സെൽഫ്, സ്വയം മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മളെയും മറ്റുള്ളവരെയും മനസ്സിലാക്കാനും, ബയസും പ്രൊജുഡിസസും നമ്മളൊരു മുൻവിധിയോടുകൂടി പെരുമാറാതെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ലിസണിങ് ടു ദ ഇന്നർ വോയിസ്, നമ്മളുടെ മൈൻഡ് വോയിസ് കേൾക്കുക, നമ്മുടെ മനസാക്ഷി പറയുന്നത് കേൾക്കുക എന്നൊക്കെ ഉള്ളതൊക്കെയാണ് പീസ് എഡ്യൂക്കേഷനിലൂടെ അവര് കൊണ്ടുവന്നിട്ടുള്ളത്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വാല്യൂസ് നീഡ്സ് ടു ഹാവ് എ വാല്യൂ ബേസ്ഡ് ലൈഫ്, ഡെവലപ്പിംഗ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, വാല്യൂസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് എടുത്തിട്ടുള്ള വാല്യൂസ് പഠിപ്പിക്കുന്നുണ്ട്. Developing problem-solving attitude towards contemporary challenges, holistic development of the individual, responsible attitude towards self and society, nurturing ethical approach, collaborative skills and respect for human rights, positive thinking, compassion, discovering inner peace, learning to live together, respecting human dignity, being true self, critical thinking, resolving conflict non-violently,
ബിൽഡിംഗ് പീസ് ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് കെയറിംഗ് ഫോർ ദ പ്ലാനറ്റ്. നമ്മളുടെ ഭൂമിയെ എങ്ങനെ കരുതണം എന്നുള്ളത് ഉൾപ്പെടെ എല്ലാം ഈ വാല്യൂ എഡ്യൂക്കേഷനിൽ, ഏതാണ്ട് ഈ പീസ് എഡ്യൂക്കേഷനിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് വാല്യൂ എഡ്യൂക്കേഷനിലും പറയുന്നത്. അതൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പീസ് എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനിലൂടെയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നുണ്ട് എന്നുള്ളതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം CBSE സ്കൂളിൽ മറ്റുള്ള കോർ ഡിസിപ്ലിൻസ് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അതിനിടയിൽ കൂടി ഇതൊക്കെ എപ്പോഴാ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ CBSE പഠിച്ചവരുണ്ടെങ്കിൽ നമുക്കറിയാമായിരിക്കുമല്ലോ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. As seen above, the secondary school curriculum contains contents of subjects drawn from disciplinary knowledge as well as non-disciplinary specific areas of knowledge, thus making the curriculum well balanced, promoting all-round development of pupils. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു വെൽ ബാലൻസ്ഡ് കരിക്കുലം, thus making the curriculum well balanced, promoting all-round development of pupils. Further, the contents are well integrated with the related areas of knowledge, which removes compartmentalization of knowledge. Further, to promote better understanding of the contents of the subjects, the process, namely pedagogical methods and activities, are also mentioned against each topic of every unit in all the school subjects. അതില് പ്രോസസ് ആണ് നമ്മളുടെ പെഡഗോജിക്കൽ അപ്രോച്ചസ്, മെത്തേഡ്സ് ആണ് ഇതിൽ പറയുന്നത്. പ്രോസസ് ഓഫ് സയൻസ് എന്ന് പറയുമ്പോഴേക്കും ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ഓഫ് ദി നേച്ചുറൽ ഫിനോമിനൻ ഒക്കെ ഒബ്സർവ് ചെയ്യൽ, ഡെവലപ്പിംഗ് ഇൻക്വയറി ഓൺ ഒബ്സർവബിൾ ഫിനോമിനൻ, എസ്റ്റാബ്ലിഷിംഗ് ലിങ്കിങ് ആൻഡ് കോറിലേറ്റിംഗ് ദ സയന്റിഫിക് ഐഡിയാസ് വിത്ത് ഫിസിക്കൽ ഹാപ്പനിങ്സ്, എൻഗേജിംഗ് ഇൻ സയന്റിഫിക് എക്സ്പെരിമെന്റേഷൻ, natural and scientific exploration of facts and ideas and their validation, validating the result of scientific inquiry, developing scientific thinking and ability to make abstract concepts or ideas. സയൻസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പെഡഗോജിക്കൽ മെത്തേഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. മെയിനായിട്ട് നാച്ചുറൽ ഫിനോമിനൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള ഇൻക്വയറിയും അതിന്റെ ലിങ്ക് ചെയ്ത് കോറിലേറ്റ് ചെയ്തൊക്കെ ഫിസിക്കൽ ഹാപ്പനിങ്ങും സയന്റിഫിക് ഐഡിയാസ്, അതിന്റെ പിന്നിലുള്ള സയന്റിഫിക് ഐഡിയാസിനെയും തമ്മിൽ കോറിലേറ്റ് ചെയ്യുക, ലിങ്ക് ചെയ്യുക ഒക്കെ ചെയ്യലും ഒക്കെ തന്നെയാണ് സയൻസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പെഡഗോജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസിനകത്ത് വരുമ്പോഴത്തേക്കും ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ഓഫ് ദ സോഷ്യൽ ഫിനോമിനൻ ലൈക്ക് സോഷ്യൽ ഹാപ്പനിങ്സ്, നോംസ് ഓഫ് ദ സൊസൈറ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, issues pertaining to the society, changes and dynamics of the society, diversities and inclusiveness. അതും ഒബ്സർവേഷനിലൂടെ തന്നെ, ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ ആണ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഹാപ്പനിങ്സിനെ പറ്റിയിട്ട്. മറ്റേ സയൻസിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിന ആണ് ഒബ്സർവ് ചെയ്തെങ്കിൽ ഇവിടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നതും അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒബ്സർവേഷൻ ആണ് ചെയ്യുന്നത്. Engaging in social inquiry, exploration and understanding cross-cultural and cross-sectional dimensions of the society. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതില് കൂടുതലായി എക്സ്പ്ലോർ ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കോണമിക് ഡൈവേഴ്സിറ്റീസ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ സോഷ്യലും കൾച്ചറലും ഇക്കോണമിക്കുമായിട്ടുള്ള വൈവിധ്യം അതിനെപ്പറ്റി മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അണ്ടർസ്റ്റാൻഡിങ് സിവിക് റെസ്പോൺസിബിലിറ്റീസ്, എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് ലവ് ഫോർ ദ എൻറ്റയർ വേൾഡ്. ഇതൊക്കെയാണ് സോഷ്യൽ സയൻസിലെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ചസ്. പ്രോസസ് ഓഫ് മാത്ത്, കണക്ടിങ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് വിത്ത് ദ ഡെയിലി ലൈഫ് ഓഫ് ദ ചിൽഡ്രൻ. മാത്സ് പഠിപ്പിക്കുമ്പോഴത്തേക്കും അതിൽ ഒബ്സർവേഷൻ എന്നുള്ളതിനേക്കാളും ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെ ഡെയിലി ലൈഫുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് മാത്തമാറ്റിക്സ് എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുക. മേക്കിംഗ് ചിൽഡ്രൻ തിങ്ക് റേഷണലി ആൻഡ് ഡു തിങ്സ് ഇൻഡക്റ്റീവ്ലി ഓർ ഡിഡക്റ്റീവ്ലി. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് എന്നൊക്കെ പറയുന്നത് മാത്സിലാണ് കൂടുതലും ഉപയോഗം വരുന്നത്. ആ കാര്യങ്ങൾ വളരെ റേഷണലായിട്ട് തിങ്ക് ചെയ്ത് ഇത്തരം മെത്തേഡ്സ് യൂസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ്. ഡെവലപ്പിംഗ് ലോജിക്കൽ റീസണിങ് ആൻഡ് മേക്ക് ദ ചിൽഡ്രൻ ടു സോൾവ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. ലോജിക്കൽ റീസണിങ്ങിലൂടെ
പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് അനലൈസിങ് ആൻഡ് സിന്തസൈസിങ് ദ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസിനെ അനലൈസ് ചെയ്യുകയും സിന്തസൈസ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ലാംഗ്വേജിന്റെ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും മേക്കിംഗ് ചിൽഡ്രൻ കമ്മ്യൂണിക്കേറ്റ് ദംസെൽസ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഓരോരോ സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അതിലെങ്ങനെ അവര് യൂസ് ചെയ്യുന്നു, അതെങ്ങനെ അവര് ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലെങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, LSRW, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്ന മെത്തേഡ്സ് എടുക്കുക. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ലിറ്ററേച്ചർ, അപ്രിഷിയേറ്റിംഗ് ലിറ്ററേച്ചർ ആൻഡ് എൻഗേജിങ് ഇൻ ക്രിയേറ്റിംഗ് ലിറ്ററേച്ചർ. അപ്രിഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കഥയോ കവിതയോ വായിച്ച് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഒരു ആസ്വാദനം കുട്ടികളെ കൊണ്ട് തന്നെ തയ്യാറാക്കിക്കാറുണ്ടല്ലോ. അതുപോലെ എൻഗേജിങ് ഇൻ ക്രിയേറ്റിംഗ് ലിറ്ററേച്ചർ. ഇതുപോലെ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ റെയിൻ ആണെന്നുണ്ടെങ്കിൽ റെയിൻ എന്ന് പറയുന്ന വിഷയം പഠിച്ചു, ആ മഴയുടെ ഭംഗിയും കാര്യങ്ങളും എല്ലാം വർണ്ണിച്ചു, എന്നിട്ട് അതിനൊരു അപ്രിസിയേഷൻ നടത്തി, എന്നിട്ട് അതിന് അതേപോലെ ഒരു സിമിലർ ആയിട്ട് നിങ്ങൾ മഴയെ പറ്റി ഒരു 4 വരി നിങ്ങളുടേതായിട്ട് എഴുതൂ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് എൻഗേജിങ് ഇൻ ക്രിയേറ്റിംഗ് ലിറ്ററേച്ചർ. Linking similar literatures and also developing metacognitive skills. Putting in a nutshell, the recent development in the subjects of a secondary school curriculum is that subject contents are well integrated and the pedagogical process for each concept of the subject content is also mentioned so as to make the teaching learning process well defined and appropriate. അതോടുകൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ തീരുകയാണ്. അപ്പോ ഇത് ഒരു അത്യാവശ്യം വലിയൊരു യൂണിറ്റ് തന്നെ ആയിരുന്നു. എന്നാലും കമ്പാരിറ്റീവ്ലി ചെറുത് തന്നെയായിരുന്നു. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ യൂണിറ്റ് തന്നെയായിരുന്നു. ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ലേണർ ഓറിയന്റഡ് കരിക്കുലം ആണ്. ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് ലേണർ ഓറിയന്റഡ് കരിക്കുലം ആണ് നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡന്റിന്റെ ലേണറിന്റെ മൈൻഡ് എങ്ങനെയാണോ, ഇൻട്രസ്റ്റ് എങ്ങനെയാണോ, അതിനനുസരിച്ചുള്ള സബ്ജക്ട്സ് മാത്രം എടുത്തിട്ട് അതിന് മാത്രമായിട്ട് ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ കാണുന്നത്. The most serious objection to the subject centered curriculum. നമ്മളിപ്പം സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ സബ്ജക്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു പോകുന്ന ഒരു പ്രവണതയിൽ നിന്നും മാറ്റം വരുത്തിയിട്ട് ലേണർ സെന്റേർഡ്, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കംപ്ലീറ്റ്ലി ലേണർ സെന്റേർഡ് ആണ് ഇപ്പോഴത്തെ ഒരു കരിക്കുലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും എല്ലാ സബ്ജക്ട്സും പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിലിപ്പോ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിനോട് താല്പര്യമില്ല എന്ന് വിചാരിച്ച് കുട്ടിക്ക് ക്ലാസ്സിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സബ്ജക്ട് സെന്റേർഡ് കരിക്കുലത്തിന് ഒരുപാട് ഒബ്ജക്ഷൻസും ഒപ്പോസിഷൻസും ഉണ്ട്. ആ ഒരു ഒപ്പോസിഷൻ കാരണമാണ് ഈ ഒരു ലേണർ സെന്റേർഡ് കരിക്കുലം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പൊ ലേണർ സെന്റേർഡ് കരിക്കുലത്തിനെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങള് ഇപ്പൊ ഇതുവരെ എടുത്തിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ നന്നായിട്ട് നോക്കുക. അതിന്റെ അവസാനത്തിലൊരു ഇതുണ്ടല്ലോ, റിവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റഡി മെറ്റീരിയലിൽ എല്ലാം ആൻസേഴ്സ് വരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ഏത് പോർഷനിൽ വരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഡൗട്ട്സിനൊന്നും വലിയ സാധ്യതയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ റിവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കാം, പഠിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.